ആരംഭം ആദ്യം വയനാട്ടിലേക്കാണ്. വയനാട് പടമലയിൽ വേലൂർ മക്കനയ്ക്ക് പിന്നാലെ കടുവയും. അജീഷിനെ കാട്ടാന കൊലപ്പെടുത്തിയ സ്ഥലത്തിന് തൊട്ടടുത്താണ് കടുവയെ കണ്ടത്. പള്ളിയിൽ പോയി വരികയായിരുന്ന വീട്ടമ്മയുടെ മുന്നിലേക്കാണ് കടുവ ചാടി വീണത്. വീട്ടമ്മ അനുഭവം ന്യൂസ് 18നോട് വിവരിച്ചു. എന്റെ വീട് ഇവിടെ തൊട്ടടുത്താ. റോഡിലോട്ട് കയറി ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ അങ്ങേ വശത്തുനിന്ന് എന്തോ ഒരു ഒച്ച കേട്ടു, ഞെരിയുന്ന ഒരു ഒച്ച. ആദ്യം ഞാൻ ഓർത്തു ആനയായിരിക്കും. ആനയാണോ മാനാണോ എന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞപ്പോൾ വലിയൊരു അലർന്ന ഒരു കരച്ചിൽ കേട്ടു. കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ സൈഡിലോട്ട് മാറി കഴിഞ്ഞപ്പോൾ ഒന്നോടെ കരയണ കേട്ടപ്പോൾ എനിക്ക് തോന്നി ആനയാ. ഭയങ്കര എല്ലാം ഇളക്കി മറിച്ച് വരുന്ന പോലത്തെ ഒരു ഒച്ചയാണ് കേട്ടത്. വേഗം ഞാൻ മേലേക്ക് കയറി കഴിഞ്ഞ് ആ മേലെ വീട്ടിലെ ചേട്ടനെ വിളിച്ചോണ്ടാ കയറുന്നത്. അവര് കേട്ടോ ഇല്ലോന്ന് എനിക്ക് അറിയില്ല. അന്നേരത്തേക്ക് അത് ഇങ്ങനെ ചാടി വരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ വേഗം സൈഡിലോട്ട് മാറി ആ വീട്ടിലെ ചേട്ടനോട് വിളിച്ചു എന്നെ ഒന്ന് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് വീണുപോയി. പിന്നെ അവരാണ് എന്നെ പിടിച്ച് അങ്ങോട്ട് മേലോട്ട് കയറ്റിയത്. ഞാനങ്ങും അറിയുമല്ല ഇതെന്താ ഇങ്ങനെ പാസ് ചെയ്തൊരൊറ്റ പോക്ക. കടുവയുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞിട്ടുള്ളത്. കടുവയെ കണ്ട് വീട്ടമ്മ ഓടുന്നത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാനും സാധിക്കുന്നുണ്ട്. വീട്ടമ്മയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടിയത്. ഞാൻ മുറ്റത്ത് നിന്ന് മുറുക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഉണ്ട് ഈ ചേച്ചി ഇതിലെ കയറി വരുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ ചേച്ചി വരുന്നത്, എന്താ ചേച്ചി പറ്റിയെന്ന് ചോദിച്ചു. എന്ത് ചേച്ചി എന്ന് കൊണ്ട് ഇറങ്ങി വന്നു. ഇറങ്ങി വരുമ്പോഴാണ് കടുവ തൊട്ട് പുറകെ, ഈ ചേച്ചിയുടെ പുറകെ പിടിച്ചില്ല എന്നുള്ളതാണ്. കൈ ഇങ്ങനെ വീശുന്നുണ്ട് കടുവ. അപ്പത്തേന് ഈ ചേച്ചി ഇടത്ത ഭാഗത്തേക്ക് ചാടി ആ കാപ്പിക്കകത്തോടെ കയറിയിട്ട് ഇപ്പുറത്തെ തിണ്ട കയറിയപ്പോഴത്തേ കടുവ, ഞാൻ അലറി കിടന്നുണ്ട്. പോയപ്പോഴത്തേനും കടുവ എൻ്റെ വീടിൻ്റെ മുറ്റത്തൂടെ കയറി. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ ഒരു പൂച്ചയുണ്ടായിരുന്നു. അതിനെ ഓടിച്ച് തൊട്ട് പറമ്പിലേക്ക് കയറുപോയത്. എങ്ങനെ വലിയ വലിപ്പമുള്ള കടുവയാ. ഈ പൊക്കമുണ്ട്, ഒരു നല്ല നീളമുണ്ട്, ഭയങ്കര നീളമുണ്ട്. അതിന് വാലിന് തന്നെ ഈ നീളമുണ്ട്. രാത്രി പലവട്ടം കടുവയുടെ അലർച്ച കേട്ടതായും നാട്ടുകാർ പറയുന്നുണ്ട്. മുൻപും ഈ പ്രദേശത്ത് കടുവ സാന്നിധ്യം ഉണ്ടായിരുന്നതായും പ്രദേശവാസികൾ പ്രതികരിക്കുന്നു. വന്യമൃഗ